പാറയാണ് ഇന്ന് എളുപ്പത്തിൽ ആർക്കും വെക്കാൻ പറ്റിയ ഒരു മീൻ കറിയാണ്. അയലയാണ് ഞാൻ മീൻ എടുത്തേക്കുന്നത്. ഏകദേശം 1 കിലോ ഉണ്ട്. നമ്മളത് കട്ട് ചെയ്യുക, വൃത്തിയായിട്ട് കഴുകി. ഈ ഒരു ഫ്രഷ്നെസ് ഒന്നും ഫീൽ ചെയ്യണില്ല മീനെന്നുണ്ടെങ്കിൽ കഴുകുന്ന അവസാനത്തെ വെള്ളത്തിൽ ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വിനാഗിരിയോ ഇട്ട് കഴുകിയിട്ട് എടുത്തു വെക്കുക. ഇതിൽ ഞാൻ സവാള എടുത്തിട്ടുണ്ട്, ഒരു വലിയ തക്കാളി ഉണ്ട്, മാങ്ങയുണ്ട്, പുളി നോക്കിയിട്ട് അത് അത്രയും എടുക്കുക. പച്ചമുളക് ഒരു 5-6 ഉണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. പിന്നെ KPLന്റെ ഒരു ഇൻസ്റ്റന്റ് കോക്കനട്ട് പൗഡറാണ് ഞാൻ എടുത്തേക്കണേ കേട്ടോ. അത് കോക്കനട്ട് പൗഡർ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് സമയമില്ലെങ്കിലൊക്കെ തേങ്ങാപ്പാലിന് പകരം അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കിയ തേങ്ങാപ്പാലാകും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് എടുത്തത്. അല്ലാതെ ഞാനൊരു ഇൻസ്റ്റന്റ് സാധനങ്ങൾക്ക് സപ്പോർട്ടൊന്നുമല്ല. കുഞ്ഞു ഫാമിലിയൊക്കെ അല്ലേ ഇപ്പോൾ ഉള്ളൂ. പിന്നെന്ന് വെച്ചാൽ ജോലിക്കാരുണ്ട്, വേഗം ഉണ്ടാക്കണം, അങ്ങനെയുള്ളവർക്ക് പറ്റിയതാണ്. അപ്പൊ ഞാനിത് ഒരു കഷ്ണം പച്ചമാങ്ങയും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവത്തില്ല. അപ്പൊ അതെടുത്ത് ആദ്യം തന്നെ വായിലിട്ടു. അപ്പൊ ഏകദേശം അതിന്റെ പുളിയും ഒന്ന് അറിയാലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മൺചട്ടിയാണ് ഇതിനെടുത്തിരിക്കുന്നത്. മൺചട്ടിയിലേക്ക് ഈ എല്ലാ സാധനങ്ങളും, ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പച്ചമാങ്ങയ്ക്ക് പകരം കൊടംപുളി ഉപയോഗിക്കാം. ഏകദേശം ഒരു 5-6 കൊടംപുളി മതിയാകും, 5-6 മതിയാകും ഒരു നല്ല പുളി ഉണ്ടെങ്കിൽ. പിന്നെ വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നവരുണ്ട്, അതും ഉപയോഗിക്കാം. ഞാൻ എൻ്റെ സ്പൂൺ കണ്ടല്ലോ, തീരെ കുഞ്ഞു സ്പൂണാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് വേണം കേട്ടോ നിങ്ങൾ ക്വാണ്ടിറ്റി എടുക്കാൻ. ഒരു കുഞ്ഞു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കാശ്മീരി മുളക് പൊടി പറയും. അത് കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ ഉണ്ടാവും, അധികം എരിവ് ഉണ്ടാവില്ല. അപ്പൊ ഒരു 1.5 സ്പൂണോളം ഏകദേശം ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവുള്ള മുളക് പൊടിയും ഏകദേശം ഒരു 1.5 സ്പൂണോളം ഇടുന്നുണ്ട്. ഞാൻ 5-6 പച്ചമുളക് ഏകദേശം ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് പച്ചമുളകിന്റെ എരിവ് അനുസരിച്ച് വേണം മുളക് പൊടി കൂട്ടിയും കുറച്ചിടാം. പിന്നെ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ഇടും, കുറച്ച്, വളരെ കുറച്ച്. ആ ഒരു ഫ്ലേവർ വരണമൊന്നുമില്ല, എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ ഇടുന്നതാണ് ഇച്ചിരി മല്ലിപ്പൊടി. എന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൈ കൊണ്ടാണ് ഇത് നല്ലോണം തിരുമ്മി കൂട്ടേണ്ടത്. പക്ഷെ എനിക്ക് കൈ ഇങ്ങനെ പുകയണമുണ്ട്. ഞാനിത് സ്പൂൺ ഇട്ടിട്ടാണ് ഇളക്കിയത്. എന്നിട്ട് അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇടണം. ഏകദേശം ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണോളം ഉപ്പ് ഇടണം കേട്ടോ. പിന്നെ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോഴും പറയുവാണ്, ഞാൻ വെളിച്ചെണ്ണ ഇച്ചിരി കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ. വെളിച്ചെണ്ണക്കൊക്കെ നല്ല വിലയുണ്ട്. കൊളസ്ട്രോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളവരൊന്നും ഇത്രയൊന്നും ഇടല്ലേ കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ പുറമേ ഇങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ തെളിഞ്ഞിരിക്കണം, ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ പുറത്ത് വെച്ചാണ് ഇതെല്ലാം ചെയ്തത്. ഗ്യാസ് കത്തിക്കുക. ഈ മൺചട്ടിക്ക് എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, ചൂടാവാൻ കുറച്ച് സമയമെടുക്കും. സമയമെടുത്ത് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്താലും ഈ ചൂട് കുറച്ചു നേരം നിൽക്കും. അപ്പോൾ നമ്മൾ ഒരു ഇതെന്താ ചൂടാവാത്തെന്നുള്ളൊരു ടെൻഷൻ വേണ്ട. ചൂടാവണ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. പിന്നെ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ ഇടുമ്പോൾ ഞാൻ ചിന്തിക്കണത് എന്താണെന്നറിയോ, കുറേ വീട്ടിൽ അമ്മമാരുണ്ടാവും, മോനെ എനിക്ക് മീൻ ഇഷ്ടല്ലടാ, എനിക്ക് അമ്മയ്ക്ക് ചാറാണ് കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ അച്ഛന് ചാറാണ് ഇഷ്ടം, മക്കള് മീൻ കഴിച്ചോ, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് കഴിച്ചോ, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ കഴിച്ചോ എന്ന് പറയുന്നവർ മീൻ ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, നിങ്ങളോടാണ് ആ മീനിനേക്കാളും കൂടുതൽ ഇഷ്ടം. അപ്പൊ ഈ ചാറൊക്കെ കൂട്ടി കഴിക്കുന്നവർക്ക് ഈ സാധനം നല്ലാണ്ട്, കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ടാവും ഇതില്. പിന്നെ നിങ്ങൾ നോക്കിയാലോ, ഞാൻ തക്കാളി മാത്രമാണ് ഇച്ചിരി കുത്തി കുത്തി ഉടച്ചത്, മാങ്ങയല്ല തക്കാളിയാണ് ഉടച്ചത്. ഒരുവിധം കുറെ നേരം ഒന്നും ഇതിട്ട് വഴറ്റണ്ട, ആ തക്കാളി ഉടയുന്ന ഒരു പാകം. ചിലവർക്ക് ഈ മൊരിയുന്ന പാകം, പച്ചമണം പോകുന്ന പാകം, ഇപ്പൊ പുതിയതായിട്ടുള്ള കുട്ടികൾക്ക് അത് മനസ്സിലാവണമെന്നില്ല. പിന്നെ ചില പുരുഷന്മാർക്ക് വെക്കുമ്പോഴും മനസ്സിലാവത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളി ഉടയുന്നത് നോക്കുക. അപ്പൊ ഏകദേശം അത് ഒരു പച്ചമണമൊക്കെ മാറി നമ്മൾ ഇട്ട പൊടികളുടെ ഒരുവിധമൊക്കെ മാറിയിട്ടുണ്ടാവും. ഈ സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാങ്ങ ഇട്ടത് കൂടിപ്പോയെങ്കിൽ ആ സമയത്ത് 2-3 മാങ്ങ എടുത്ത് മാറ്റാം. അത് കളയണ്ട, തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പൊ പുളി ഇടുന്നതാണെങ്കിൽ ഇപ്പൊ കുടപ്പുളി ഇട്ടത് കൂടിപ്പോയാലും ഏകദേശം നമുക്ക് പുളി മനസ്സിലാവും, ഒരുപാട് പുളി മനസ്സിലാവൂല. അപ്പൊ കഴിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് തിളച്ച് കറി വേവുമ്പോ എത്ര പുളി വരും എന്നുള്ളത്. ഇപ്പൊ ഈ സമയത്ത് ഞാൻ വെള്ളോ പാലോ ഒന്നല്ല ഒഴിക്കുന്നത്, ഞാൻ ഇടുന്നത് ആദ്യം മീനാണ്. കാരണം എല്ലാവർക്കും മീനിന് എത്രത്തോളം ചാറ് വെക്കണം, അല്ലെങ്കിൽ ചേച്ചി ഞാൻ മീൻകറി വെച്ചപ്പോഴേക്കും ഒട്ടും ചാറുണ്ടായിരുന്നില്ല, പോയി, അതിന്റെ വെള്ളമൊക്കെ പറ്റിപ്പോയി. അപ്പൊ ഇതിന്റെ ഒരു അളവ് മനസ്സിലാക്കാൻ, അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ദേ ഈ കയ്യിലിട്ട് ഒരുപാട് അങ്ങ് ഇളക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് കവർ ചെയ്യുന്നുള്ളൂ. മീനാണ്, കയ്യിലിട്ട് ഇളക്കി കഴിഞ്ഞ് പൊടിഞ്ഞു പോവും. ഇത് പിട്ട പടി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊന്ന് ഇളക്കിയത്. ജസ്റ്റ് സെറ്റ് ചെയ്യുക, സെറ്റ് ചെയ്തിട്ട് ആ തേങ്ങാപ്പാലം ഒഴിക്കുക.
തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിന് അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഞാനൊരു 1.5 പാക്കറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിക്നെസ് അനുസരിച്ച്. പിന്നെ ഈ പാക്കറ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി പാല് മതി. രാവിലെ 2-3 കുടുംബങ്ങളുള്ളൂ. രാവിലെ കടലക്കറിയൊക്കെ വെക്കുമ്പോൾ ഇച്ചിരി പാല് വേണം എന്ന് നോക്കി ഇതിന്റെ ഒരു പകുതി പാക്കറ്റ് ഇത്തിരി വെള്ളത്തിൽ കലക്കാൻ മേളിലിടുക. തേങ്ങാപ്പാലിന്റെ അത് നമ്മൾ തേങ്ങയുടെ അതേ ടേസ്റ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ തേങ്ങേനേക്കാളും വില ഉണ്ട് കേട്ടോ. ഒരു തേങ്ങയ്ക്ക് 10-15 രൂപ ഉണ്ടെങ്കിൽ ഇതിന് ഒരു 22 രൂപയ്ക്ക് ഒരു പാക്കറ്റിനുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ കുടുംബത്തിനൊക്കെ ആണെങ്കിൽ ഈ പാക്കറ്റ് 2 ദിവസം ഉപയോഗിക്കാം. ഒരു പാക്കറ്റ് ഇച്ചിരി തേങ്ങാപ്പാലൊക്കെ മതിയെങ്കിൽ. പക്ഷെ മീൻകറിക്ക് ഞാനിപ്പോ ഒരു 1.5 പാക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല. വയ്യാണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സമയമില്ലാത്തവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു സാധനമൊന്നും മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഈ സ്പൂൺ ഇട്ടിട്ട് ഈ കയ്യിലിട്ടിട്ട് അധികം ഒന്നും ഇളക്കിയിട്ടില്ല. ഇടക്കൊന്ന് ഇതാക്കി കൊടുത്തിട്ടുള്ളൂ. ഈ ചട്ടി പിടിച്ചിട്ട് നിങ്ങൾക്ക് ഇളക്കാൻ പറ്റുമെങ്കിൽ 2 കയ്യിൽ തുണിയെടുക്കുക, ചട്ടി പിടിച്ചിട്ട് ചട്ടിയെപ്പടി ഇളക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അത് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത് ചെയ്യരുത്. ഇത് മറിഞ്ഞ് ചേച്ചി പറഞ്ഞ പോലെ ഞാൻ ചെയ്തു, മീൻകറി എന്റെ മേത്ത് മറിഞ്ഞു വീണെന്നൊന്നും പറയരുത്. അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്പൂണും കൊണ്ട് ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഭയങ്കരമായിട്ട് ഇളക്കരുത്. കണ്ടോ, ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഈ പാകം കണ്ടല്ലോ, വെള്ളം ഏകദേശം ഒന്ന് മുങ്ങി നിൽക്കണം. മീനെ കാണാൻ പറ്റാത്ത രീതിയിൽ കണ്ടോ, ചെറുതായിട്ട് ഓരോ തുമ്പും മാലക്കേ മീനെ കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ വേപ്പില ഞാൻ മൊരിക്കണ ഒരു സംഭവത്തിൽ ഇടാറില്ല. എനിക്ക് ഏറ്റവും അവസാനം ആ വേപ്പില ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ഇടുന്നതാണ് ഇഷ്ടം. കാരണം അതിന്റെ ഒരു ഫ്ലേവർ നല്ല രസമാണ് കാണാൻ, കറി കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോ ചട്ടി നന്നായിട്ട് ചൂടായി നന്നായിട്ട് തിളക്കുമ്പോൾ നമ്മൾ ഗ്യാസ് കംപ്ലീറ്റ്ലി കുറച്ചിടണം. ഗ്യാസ് കുറച്ചിടണം. മീന് സാധാരണ ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെയാണ് വേവുള്ളത്. അപ്പൊ നമ്മൾക്ക് ഇത് എങ്ങനെ അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ വേവ് വെന്തോ ഇല്ലെന്ന് എങ്ങനെ ചേച്ചി അറിയാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മീനിന്റെ മുകളിലാണ് നമ്മൾ വെള്ളമെങ്കിൽ ഏകദേശം മീനിന്റെ ഒപ്പം എത്തും വെള്ളം. അപ്പൊ നമുക്ക് കരുതാം മീൻ വെന്തിട്ടുണ്ട്. നമ്മൾ കുറച്ചിട്ടിട്ടാണ് വേവിച്ചത്. അത്യാവശ്യം ഈ സമയത്ത് നമുക്ക് ചാറൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളി കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് വേണമെങ്കിൽ പുളി ആഡ് ചെയ്യാം. ഉപ്പ് കുറവുണ്ടാന്ന് നോക്കാം. ഈ സമയത്ത് കയ്യിലിട്ടൊന്നും ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകും. അപ്പോ ഈ സമയത്ത് നമുക്ക് പുളി കുറക്കണമെങ്കിൽ കുറക്കാം. അല്ല ഭയങ്കര എരിവായി പോയെങ്കിൽ അതിൻ്റെ ഇട്ട പച്ചമുളക് കോരിയിട്ട് മാറ്റാം. ഇതെല്ലാം അറിയാൻ പാടില്ലാത്തവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാർക്കും ചേച്ചിമാർക്കും ഈ കറി വെക്കുന്ന അപ്പന്മാർക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ ലാസ്റ്റ് ഇടുന്ന സാധനം ഒരു നിർബന്ധമില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി ഭംഗിയും പച്ചപ്പും ഒക്കെ വേണം, അതിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഒരു പച്ചമുളകും കുറച്ച് ഉള്ളിയും വേപ്പിലയും കൂടി മൊരിയിച്ചിട്ട്, ഈ മൊരിയിച്ച് മേളിലിടുന്നതേ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അത് കൂടാതെ മുളക് കറിയാണ് ഇഷ്ടമുള്ളവർക്ക് ഈ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിവാക്കുക. തേങ്ങാപ്പാൽ ഒഴിവാക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് മുളക് കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാലിന് പകരം വെള്ളം ഒഴിക്കുക. പിന്നെ ഇത്തിരി തിക്നെസ് വേണം എന്നുള്ളവർ ആ തക്കാളി ഉടച്ചെടുക്കുന്നതിന് പകരം അരച്ചിടുക. മിക്സിയിൽ അരച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള മുളക് കറി കിട്ടും. പിന്നെ മുളക് കറിയിൽ ഇച്ചിരി കൂടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി കൂടുതൽ ഇടണം, നല്ലതായിരിക്കും കേട്ടോ. പിന്നെ ഈ മീൻകറി വെച്ച് എന്റെ പപ്പ ചെയ്യണ കണ്ടിട്ടുണ്ട് കേട്ടോ. പപ്പ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും. എനിക്ക് പപ്പ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ ചെറുപ്പകാലത്തിൽ പപ്പ തന്നെയാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ പുള്ളിക്കാരൻ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടും. കുരുമുളക് പൊടി അതൊരു ടിപ്പാണ്, ഞാൻ ഒരിക്കലും കണ്ടതാണ്. അപ്പോ ഞാനത് ഇട്ട് നോക്കിയിട്ടാ, അപാര ടേസ്റ്റ് ആണ്. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും ഈ കുരുമുളക് പൊടി. സെയിം തന്നെ പച്ചമുളക് ചുമ്മാ അരിഞ്ഞിട്ടാലും കുരുമുളക് പൊടി, പച്ചമുളക്. പിന്നെ ഫ്രഷ് അല്ല മീൻ എന്ന് തോന്നുന്നവര് ഈ ഉലുവ പൊടിച്ചിട്ട് പൊടി ഇങ്ങനെ ഇടുന്നത് നല്ലതാണ്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടും കണ്ടോ ചട്ടി കിടന്ന് തിളക്കുന്നുണ്ട്. അപ്പോ ഇച്ചിരി ഒരു മിനിറ്റ് മുമ്പേ അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കണം. അപ്പോഴേക്കും കറക്റ്റ് അളവിൽ ആകും. അതിന്റെ ചാറും മീനും എല്ലാം അതേപോലെ ആകും. പിന്നെ എനിക്ക് കിട്ടിയ അയില അത്ര പോരായിരുന്നു കേട്ടോ. അയില അത്ര ഫ്രഷോ അത്ര അല്ലായിരുന്നു, പോരായിരുന്നു. പക്ഷെ ചാറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ചപ്പാത്തി ഇത് ഇരിക്കുമ്പോ നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കി രാത്രി ഇരിക്കുമ്പോ അടിപൊളിയാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ.